നമസ്കാരം, പ്രയാഗാണ്. നമ്മുടെ മൈൻഡ് ട്രെയിനിങ് നെക്സ്റ്റ് ബാച്ച് വരുന്നത് മെയ് 5-ാം തീയതി തൊടുപുഴയിൽ വെച്ചിട്ടാണ്. ഹോട്ടൽ സീസർ പാലസിൽ വെച്ചിട്ടാണ്. തൊടുപുഴ ടൗണിൽ തന്നെയാണ് ഹോട്ടൽ. മൈൻഡ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് വരാറുണ്ട്. അപ്പൊ എനിക്ക് മൈൻഡ് ട്രെയിനിങ് ആവശ്യമുണ്ടോ, ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്ന് പലർക്കും സംശയമുണ്ട്. ശരിക്കും മൈൻഡ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ ഉപയോഗിച്ച് നമ്മളിപ്പോ ജീവിതത്തിൽ നേരിടുന്ന പല വിധത്തിലുള്ള തടസ്സങ്ങൾ, ആ തടസ്സങ്ങളെ മാറ്റി നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിലേക്ക് എത്തുക, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് മൈൻഡ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഏത് വിധത്തിലുള്ള തടസ്സത്തിനുള്ള സൊല്യൂഷനും നമുക്ക് മൈൻഡ് ട്രെയിനിങ്ങിലൂടെ ലഭിക്കും. ഉദാഹരണത്തിന്, നമുക്ക് ഒരുപാട് ഇമോഷണലി പ്രശ്നമുണ്ട്, ഫിയർ ഉണ്ട്, നെഗറ്റീവ് വിശ്വാസമുണ്ട്, നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല. അപ്പൊ ഈ നെഗറ്റീവ് വിശ്വാസത്തെ ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മുടെ മനസ്സിൽ കയറി കൂടിയതാവാം നമ്മുടെ നെഗറ്റീവ് വിശ്വാസങ്ങൾ. അവയെ തിരിച്ചറിയുകയും അവയെ മാറ്റുന്നതിനുള്ള പ്രോഗ്രാം നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് മൈൻഡ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് എങ്ങനെയാണ് മനസ്സിനെ പോസിറ്റീവ് വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. എന്താണ് നമുക്ക് വേണ്ടത്, ആ വിശ്വാസത്തിലേക്ക് മനസ്സിനെ നമ്മൾ നിരന്തരം പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ മനസ്സ് നമുക്ക് ആവശ്യമുള്ള ആ വിശ്വാസത്തിലേക്ക് മാറുകയും നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര വളരെ ഈസി ആയിട്ട് മാറുകയും ചെയ്യും. അതുപോലെ മണി ബ്ലോക്കുകൾ, കടബാധ്യതയുടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പണം നമ്മളിലേക്ക് വരില്ല. അപ്പൊ കടത്തിന്റെ ബ്ലോക്ക് മാറ്റുന്നതിനായിട്ട് പണവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്, അത് നമ്മൾ മൈൻഡ് ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കി നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിലേക്ക് പണം വരാൻ തുടങ്ങും. കടബാധ്യതകൾ നമ്മളിൽ നിന്ന് വിട്ടകലും. നമുക്കറിയാം, നമ്മളിൽ പണമില്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പേഴ്സണലായിട്ടും പ്രൊഫഷണൽ ലൈഫിലൊക്കെ നേരിടേണ്ട ഒരു അവസ്ഥ വരും. അതിനൊരു പരിഹാരം നമുക്ക് മൈൻഡ് ട്രെയിനിങ്ങിലൂടെ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ നെഗറ്റീവ് ഇമോഷൻസ്, ഒരുപാട് പേടി, അതുപോലെ നിരാശ, കുറ്റബോധം, ഡിപ്രഷന്, ടെൻഷൻ, എപ്പോഴും ടെൻഷനാ, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ടെൻഷനാണ്. ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ നമുക്ക് ഇമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മൈൻഡ് ട്രെയിനിങ്ങിലൂടെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നല്ല സ്കില്ലുണ്ട്, നമ്മുടെ കഴിവുകൾ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് മൈൻഡ് ട്രെയിനിങ് കൊണ്ട് സാധിക്കും. അതുപോലെ നല്ല റിലേഷൻഷിപ്പ്, നിങ്ങൾക്കിപ്പോൾ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഡിപ്രഷനിൽ, നിരാശയിൽ, ടെൻഷനിലൊക്കെ ആണെങ്കിൽ, മാനസികപരമായിട്ട് നിങ്ങൾക്ക് മാറിയെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഒരു സന്തോഷം കണ്ടെത്തിയെങ്കിൽ മാത്രമാണ് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് മൈൻഡ് ട്രെയിനിങ്ങിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഏതൊക്കെ രീതിയിൽ നോക്കിയാലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഫഷനോ നമ്മുടെ പേഴ്സണൽ ലൈഫിലോ നമ്മൾ പല വിധത്തിലുള്ള തടസ്സങ്ങളെ നേരിടുന്നുണ്ട്. ഈ തടസ്സങ്ങളെ അതിജീവിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ടുള്ള യാത്ര സുഗമമാവുള്ളൂ. ഇല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ നിരന്തരം ഈ തടസ്സങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. മനസ്സിൽ നിന്ന് തടസ്സം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തും നമ്മുടെ തടസ്സങ്ങൾ മാറും. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം മൈൻഡ് ട്രെയിനിങ് നമ്മൾ നടത്തുന്നത് 1 മാസത്തെ പ്രോഗ്രാം ആയിട്ടാണ്. അതായത് നമ്മുടെ 1 ഡേ മൈൻഡ് ട്രെയിനിങ്ങിന് മുമ്പ് നമ്മൾ ഓറിയന്റേഷൻസ് നൽകുന്നു നമ്മുടെ പാർട്ടിസിപ്പൻസിന്, പങ്കെടുക്കുന്നവർക്ക്. ഇപ്പൊ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നില്ലാത്തവർക്കും ഓറിയന്റേഷനകത്ത് ഫ്രീ ആയിട്ട് പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സിനെ കുറിച്ച് കൂടുതൽ തിരിച്ചറിയുന്നു, എനിക്ക് എന്തൊക്കെ സാധിക്കും. പലരും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു വിശ്വാസത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ എന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്, ഇനി മുമ്പോട്ടുള്ള ലൈഫിൽ എനിക്ക് എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് തിരിച്ചറിയുക. അപ്പൊ അത് ഓറിയന്റേഷനിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്താനായിട്ട് നമുക്ക് ഒരു ദിവസത്തെ ട്രെയിനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാനും നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ നേടിയെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് ശേഷവും നമ്മൾ 2 ആഴ്ചയോളം നമ്മൾ ഫോളോ അപ്പ് നൽകുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, 20ഓളം സബ്ജക്റ്റുകളാണ് നമ്മൾ ഈ 1 മാസത്തെ ഈ ഒരു ട്രെയിനിങ്ങിൽ ത്രൂ ഔട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. 20ഓളം സബ്ജക്റ്റിനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയയിലുള്ള വിഷയങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് മൈൻഡ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോയി ജീവിതത്തിൽ സ്വന്തം മനസ്സിന്റെ ശേഷി ഉപയോഗിച്ച് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാനും, ഇപ്പൊ നിങ്ങളെ തടയുന്ന തടസ്സങ്ങൾ, ഇത് സാമ്പത്തികമായാലും
നിങ്ങളുടെ ഇമോഷനെ ബേസ് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യമൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ മാറ്റം വരും. അതെങ്ങനെയാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ? ട്രെയിനിങ്ങിന് ശേഷം വരുന്ന ഫോളോ അപ്പിൽ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ റുട്ടീൻ മാറ്റിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ ദിനചര്യകൾ മാറ്റിക്കഴിഞ്ഞാൽ, ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ വീഡിയോയുടെ കൂടെ ഇട്ടിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ കയറുക. ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ലഭിക്കും. എന്തായാലും നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അത് തികച്ചും സയന്റിഫിക് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ 20ഓളം സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതെങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ലഭിക്കും. അപ്പൊ നമുക്ക് ഗ്രൂപ്പിൽ കാണാം. എല്ലാവർക്കും വിജയാശംസകൾ.